മോൾക്ക് വന്നില്ല മോൾക്ക് വന്നില്ല ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് മുത്തുമണി വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് വിഷു ആണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. അപ്പോൾ നേരെ വെളുക്കോളം പടക്കം പൊട്ടി 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 ചെവിടൊക്കെ പോയിട്ടിരിക്കുക കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, പൊട്ടിക്കണ ആൾക്കാർ സ്വന്തം. അപ്പോൾ നേരെ വെളുക്കോളം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് കളറായിട്ടും ഗുണ്ടുമൊക്കെ പൊട്ടി അടിപൊളിയാക്കി സൗണ്ട് നേരെ വെളുക്കോളം ഒരേ സൗണ്ട് ചെയ്ത് ഉറങ്ങാനേ പറ്റിയില്ല. കാരണം നല്ല പട്ടക്കമാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ ചപ്പാത്തി ആട്ടോ നാശം ഉണ്ടാക്കി. ചപ്പാത്തി മസാലയൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ പണിച്ചുള്ളൂ. ഇതാ ചായ കുടിക്കണു. ഇപ്പോൾ അതാ കിടന്നുറങ്ങണം. ഇനി ഉമ്മാനെ കാണിച്ചു തരാം. അതാ ചപ്പാത്തി ഉണ്ടാക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്. ചോറടുപ്പത്ത് സ്പെഷ്യലൊന്നുമില്ല. വിഷുവായിട്ട് നമുക്കെന്ത് വിഷു അല്ലേ? ഒന്ന് ഇളക്കി വിട്ടു മുസ്ലിം അതിൽ ഇറക്കി വെച്ചത്. അപ്പോൾ ചപ്പാത്തി കഴിക്കലൊക്കെ കഴിഞ്ഞാട്ടാ. റജിക്കുട്ടി ചായ കുടിക്കണ. റിയാസ്കഥ ഇവിടെ വണ്ടി പോയി അണ്ണാനെ പോലെ ഇരിക്കുന്നുണ്ട്. പുറത്തൊക്കെ ഇങ്ങനെ നോക്കി ചൂട് കാരണം അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ. അണ്ണാൻകുട്ടി തെങ്ങിലിന്ന് തേങ്ങനെ മണ്ടയിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ അണ്ണാൻകുട്ടികളെ കാണിച്ചു തരാം കേട്ടോ. രണ്ടാളും നിന്ന് കഥ പറയുന്നത് ഇവിടെ കണ്ട. കിടുകിടുകിടുന്ന് ഓടണം. വിറയൽ വരുന്നില്ലേ സൂം ചെയ്യുമ്പോൾ? നല്ല മൊട്ടം വെയിലാട്ടാ. താഴത്ത് ഇറങ്ങാൻ പറ്റൂല, ഭയങ്കര ചൂട് വെയിൽ. നമ്മുടെ കുഞ്ഞാപ്പ് മുത്തമണി തെങ്ങിൻ്റെ ചോട്ടന്നുണ്ട്. പിന്നെ അതാ എനിക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ കുടിക്കാൻ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോറൊക്കെ ഊറ്റി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടരിയാണ്. അപ്പം നമ്മൾ കടയ്ക്കൊന്ന് പോവാം കേട്ടോ. സാധനങ്ങളൊന്നും പെരുന്നാളിന് മുമ്പ് വാങ്ങിച്ചാണ്. തക്കാളി ഉള്ളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കുറച്ച് വാങ്ങിക്കാൻ വേണ്ടി പോവാം കേട്ടോ. കുട്ടികളൊക്കെ പിന്നാലുണ്ട്. റിയാസ്ഖാൻ്റെ വണ്ടിയിൽ പോവാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ കടയ്ക്ക് പോവാം കേട്ടോ. ഈ കുണ്ടി ഇവിടെ തന്നെ ഉണ്ട്. തെണ്ടി പെണ്ണ് പുതിയ ഡ്രസ്സാണത്. എവിടേക്ക് അവിടെ നല്ല മതി കേട്ടോ. എടുക്കണ സമയക്കില്ല. അപ്പോൾ ഇതാ ഇപ്പോൾ വെയ്യാണ്ട് കിടക്കുക കേട്ടോ. ഇപ്പം ഒരേ ഛർദി, വയറിളക്കം. അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല, അങ്ങനെ തളർന്ന് കിടക്കുന്നു. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ, കൊടുത്തിട്ടൊന്നും. അപ്പോൾ അതാ നല്ല കുറേ വയറ്റിന്ന് പോയി, കുറേ ഛർദിച്ച്. അപ്പോൾ ഞങ്ങൾ ജീരകവെള്ളവും നാരങ്ങയൊക്കെ കലക്കി കൊടുത്തു. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, കഞ്ഞി കൊടുത്തിട്ട് കുടിച്ചില്ല. അങ്ങനെ കിടക്കുകയാണ് ഇപ്പം. ക്ഷീണത്തിൽ കിടക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ വിഷുവായിട്ട് ഡോക്ടർമാരൊന്നും ഇല്ല. അപ്പോൾ നാളെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇന്നിപ്പോൾ ഡോക്ടർമാരൊന്നും ഇല്ല വിഷുവായിട്ട്. അപ്പോൾ നാളെ ഉണ്ടാവും, നേരത്തെ കൊണ്ടുപോകും. അപ്പോൾ വിളിച്ചിട്ട് വരുന്നുമില്ല, ഒരേ കടത്തൊന്നും കഴിക്കണമില്ല. പിന്നെ ഹോട്ടലിൽ ഫുഡ് ഇടയ്ക്ക് പോയി കഴിക്കുക, അതൊന്നും കഴിക്കാൻ പാടില്ല. അതാണ് പറയണത് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതേ പറ്റുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ചില ഹോട്ടലൊന്നും വൃത്തി ഉണ്ടാവില്ല. ഇവർക്കാണെങ്കിൽ അതേ പറ്റുള്ളൂ.
വീട്ടിലുണ്ടാക്കുന്ന ഫുഡും അവിടെ ഉണ്ടാക്കുന്ന ഫുഡും മാറ്റം ഉണ്ടാവും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഹോട്ടൽ ഫുഡ് കഴിച്ച് ശീലിച്ച ആൾക്കാർ